ഹായ് ഗായ്സ് വെൽക്കം ടു മൈ എലക്ഷൻ ഡേ. അപ്പോൾ നമ്മൾ രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോയി അവിടുന്ന് പായസമൊക്കെ കഴിച്ചു, വോട്ട് ചെയ്യാൻ പോയി, വോട്ട് ചെയ്തു. പിന്നെ നമ്മൾ കുറച്ച് കാപ്പിപ്പൊടി വാങ്ങാൻ വേണ്ടി മില്ലിൽ പോയേ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോയി. എനിക്ക് കുറച്ച് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഉച്ചയായി. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാൻ വിചാരിച്ചു. ഒന്നുമല്ല, നമ്മുടെ വൈറൽ മത്തിപ്പുളിയാണ് കേട്ടോ. അപ്പോൾ കടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. മസാലയായ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നീ സാധനങ്ങൾ ഇട്ടു. കറിവേപ്പില വെച്ചു. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് അതിനകത്തേക്ക് ഇട്ടു. സ്റ്റൗ ഓണല്ല കേട്ടോ. അപ്പോൾ സ്റ്റൗ ഓണാക്കി അതൊന്ന് മൂപ്പിക്കുകയാണ് നമ്മൾ. ഒന്ന് ചെറിയൊരു ഗോൾഡൻ കളറാകുന്ന സമയം വരെ നമ്മൾ മൂപ്പിച്ചു. അതിന് ശേഷം നമ്മൾ പുളിവെള്ളം ഒഴിക്കുകയാണ്. പുളിവെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് തിളപ്പിക്കുന്നു. എന്നിട്ട് പാകത്തിനുള്ള ഉപ്പിടുന്നു. അതിന് ശേഷം അത് നന്നായി തിളച്ച് കുറുകി വരുമ്പോൾ നമ്മൾ ഫ്രഷ് ആക്കി വെച്ചിട്ടുള്ള മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുള്ള നമ്മുടെ മത്തിക്കുട്ടന്മാരെ അതിലേക്ക് ഇടുകയാണേ. എന്നിട്ട് അതൊന്ന് സെറ്റായി കുക്കായി വരുന്നവരെ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ പുളിവെള്ളമൊക്കെ ഒന്ന് വറ്റി ആ മീനിലേക്ക് പിടിച്ച് വരികയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തിരിച്ചിട്ടൊന്ന് വേവിക്കാവേ. അപ്പോൾ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഞാൻ കുക്ക് ചെയ്യുന്നുണ്ടേ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന് ആക്ച്വലി. ഉച്ചയ്ക്ക് ഞാൻ ചോറിൻ്റെ കൂടെ ചീര ഉപ്പേരിയും അതുപോലെ ഈ മത്തിപ്പുളിയും അതുപോലെ ഒരു പാവയ്ക്ക ഉപ്പേരിയും ഒരു നെല്ലിക്കയൊക്കെ കൂട്ടിയിട്ടാണ് കഴിച്ചത്. ഹോംലി ഫുഡ് ഈസ് ഓൾവേസ് മൈ ഫേവറേറ്റ് ഫുഡ്. അപ്പോൾ ഇതൊക്കെ കൂട്ടി നല്ലോണം ഭക്ഷണം കഴിച്ചതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. പിന്നെ നമ്മൾ ഈവനിങ് ആയപ്പോൾ നമ്മുടെ പറമ്പിൽ ഓറഞ്ച് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് പറിക്കാൻ വേണ്ടി അനിയനെയും കൊണ്ട് പോവുകയാണേ. അവൻ മരത്തിൽ കയറിയിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ കുരുമുളകൊക്കെ മൂത്തോ നോക്കുവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ പറിച്ച ഓറഞ്ച്. ഇത്രയും വലിയ ഓറഞ്ചാണ് കേട്ടോ. ഒരുപാട് ഓറഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.